തിരികെ വീട്ടിലേക്ക് കയറ്റണമെന്ന യാചനയുമായി ശിവാനി ഇവിടേക്ക് വന്നിരുന്നല്ലോ. അത് സ്വന്തം തീരുമാനപ്രകാരം ശിവാനി ഇവിടേക്ക് വന്നതാണെന്നാണോ ഏട്ടത്തി കരുതിയത്? അത് നിധിയുടെ ഒരു പ്ലാനിംഗ് ആയിരുന്നുവെന്ന് ഇനിയും മനസ്സിലാക്കാൻ പറ്റിയില്ലേ? പ്ലാനിങ്ങോ? എന്തു പ്ലാനിങ്? ഏട്ടത്തി ഒന്ന് ആലോചിച്ചു നോക്ക്. ശിവാനി ഇവിടെ വന്ന് വീണ്ടും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ നിങ്ങളൊക്കെ നടക്കില്ല എന്ന് തീർത്തു പറയുമ്പോഴും നിധി ന്യൂട്രലായി നിന്നതല്ലേ ഉള്ളൂ. ശരിയല്ലേ? അത് പിന്നെ നിധി പറഞ്ഞാൽ ന്യായമല്ലേ എന്ന് കരുതി അതിന്റെ പേരിൽ ഞാൻ നിധിയെ സംശയിക്കണം? വെറുതെ ഓരോ കഥ മെനഞ്ഞോണ്ട് വരല്ലേ. ഞാൻ പറഞ്ഞ കഥകളെ ഏട്ടത്തിക്ക് വിശ്വാസം ഇല്ല എങ്കിൽ ഞാനൊരു സാധനം കാണിച്ചുതരാം. അത് ഏട്ടത്തി ഒന്ന് കണ്ടു നോക്ക്. ഒരു വലിയ തെളിവാ അത്. എങ്ങനെയെങ്കിലും പതുക്കെ പതുക്കെ ഞാൻ അവരെ മാറ്റിയെടുത്തോളാം. നിന്നെ ഈശ്വരമംഗലത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് എന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ചില തന്ത്രങ്ങളൊക്കെ ഞാനും വിനയുന്നുണ്ട്. നീ പ്രണവിന്റെ ഭാര്യയായി ഈശ്വരമംഗലത്തിന്റെ മരുമകളായി അവിടേക്ക് തിരികെ വന്നിരിക്കും, ഉറപ്പ്. ഈ നിധി എന്താ ഇങ്ങനെ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ.